ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറ സ്പെഷ്യലായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി വലിയ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കഴുകിയതിന് ശേഷം 4ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 2 വിസിൽ തന്നെ ഇതിൻ്റെ വേവ് റെഡിയായിട്ട് കിട്ടും. 2 വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ മാറ്റി വെക്കുക. അതിന് ശേഷം തണുത്തിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. കുക്കർ തുറന്നതിന് ശേഷം അതിലുള്ള വെള്ളമെല്ലാം മാറ്റിയിട്ട് അതിന് ശേഷം നമുക്കിത് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞു. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ച് വെച്ചിരുന്നു. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ മിക്സായിട്ട് കിട്ടണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിലായി കിട്ടണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ ദോശമാവിൻ്റെ പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ബ്രെഡ് വേണം. അതിനു വേണ്ടി കുറച്ച് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡിലായിട്ടുള്ള ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം നമുക്ക് മുറിച്ച് മാറ്റണം. 4 ഭാഗവും ഇതുപോലെ നമുക്ക് മുറിച്ച് മാറ്റാം. ബ്രെഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ ബ്രെഡ് തന്നെ വേണം ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ചെറിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി കുറച്ച് മൈദമാവ് കുറച്ച് വെള്ളത്തിലിട്ട് മിക്സാക്കി വെച്ചിരുന്നു. അതിപ്പോൾ ഇതിലേക്ക് ബ്രഷ് കൊണ്ട് ഒന്ന് സൈഡിലായിട്ട് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിത് പതുക്കെ ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം സൈഡിലൊക്കെ കൈവിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കടലമാവിലൊന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം. അടുത്ത ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ബ്രെഡ് നമ്മൾ പരത്തിയെടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് സമയം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് പരന്ന് കിട്ടും. ഫോൾഡ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതുപോലെ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ബ്രെഡും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ്
എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കാതിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാവൂ. 2 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ടിഷ്യൂ പേപ്പർ നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം വേണം ഈ സ്നാക്സ് അതിലേക്ക് വെക്കാനായിട്ട്. കൂടുതലുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് കൂടുതൽ എണ്ണയൊന്നും ഇതിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബ്രെഡ് പോക്കറ്റ്സ് എല്ലാം തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് സോസിൻ്റെ കൂടെ മുക്കി കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കാണുന്ന സമയത്ത് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.